ദിവസം കൂടുന്നതനുസരിച്ച് പിമ്പിൾസ് കൂടി വരിക. അപ്പോൾ ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ല നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. എനിക്ക് കഴിഞ്ഞ ഏപ്രിലായിട്ട് ഭയങ്കര സ്കിൻ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന എൻ്റെ സ്കിൻ അല്ലായിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ ഉണ്ടായിരുന്നത്. ഒരുപാട് ആക്നി മാർക്സ് ഉണ്ട്. ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് സ്കിൻ കെയർ നോക്കുന്ന ഒരാളായിരുന്നു. ഓൾറെഡി ആക്നി മാർക്സ് കുറച്ചുള്ള ആളാണ്, പിമ്പിൾസ് വരുന്ന ആളാണ്, ഓയിലി സ്കിൻ ആണ്. കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിരുന്നു. ഞാൻ സ്കിൻ കെയർ ചെയ്ത ബോട്ടിൽസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഒന്നുമല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. യൂസ് ചെയ്യാത്ത ടോണർ വരെ എൻ്റെ കയ്യിലുണ്ട്. ക്ലെൻസർ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ എൻ്റെ ഇപ്പോൾ സ്റ്റോക്കിലേക്കാണ്. ഇതൊന്നും എനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇപ്പം എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ട്. ഇങ്ങനെ ഞാൻ സ്കിൻ കെയർ നോക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ ഈ കാണിച്ച പ്രൊഡക്റ്റ് അല്ല മോശം എന്നല്ല ഞാൻ പറയുന്നത്. എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ഏപ്രിലാണ് ഡബിൾ ക്ലെൻസിങ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഡബിൾ ക്ലെൻസർ വാങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഡബിൾ ക്ലെൻസർ വാങ്ങി. ഇത് ഫേസ് ഷോപ്പിൻ്റെ ഡബിൾ ക്ലെൻസർ ആണ്. ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ മെൻഷൻ ആക്കാം. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. യൂസ് ചെയ്തു. ഡബിൾ ക്ലെൻസിങ് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് ഡബിൾ ക്ലെൻസർ നല്ലതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സാധനം വാങ്ങുമ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടില്ല. എല്ലാ പ്രൊഡക്റ്റും ഞാൻ വാങ്ങിയതിന് ശേഷം ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് പാച്ച് ടെസ്റ്റും ചെയ്തിട്ടില്ല. വാട്ടർമെലൺ ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ്. അത് കഴിച്ചതിന് ശേഷം എനിക്കൊരു കൈയൊക്കെ ഒരു അലർജി പൊന്നിട്ടുണ്ടായിരുന്നു. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടോ മേ ബി എൻ്റെ മുഖത്ത് ചെറിയ പിമ്പിൾസ് വരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫുഡ് അലർജി ആവുന്നുള്ളത്. എനിക്ക് ഈ ഒരു ഭാഗത്തും ഈ സെൻട്രൽ പോർഷനിലൊക്കെ ആയിട്ട് നന്നായിട്ട് പിമ്പിൾസ്, ചെറിയ പിമ്പിൾസ് ആണ് വരാൻ തുടങ്ങിയത്. ഭയങ്കര ടെൻഷനായി. ബിക്കോസ് അത് ഭയങ്കരമായിട്ട് ഒരു ഇച്ചിങ് ഉണ്ടായിരുന്നു. സ്കിൻ ഡോക്ടർ കാണിച്ചു. ഇതിലെ ഏതോ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആക്നി സ്കിന്നിന് പറ്റൂല. പ്രത്യേകം നോട്ട് ചെയ്യണം. ഇൻഗ്രീഡിയൻസ് വായിച്ചിട്ട് മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നോക്കുക. പാച്ച് ടെസ്റ്റ് നിർബന്ധമാണ്. മെഡിസിൻസ് ഒക്കെ എടുത്തതിന് ശേഷം മാറി തുടങ്ങുന്ന കുറച്ച് പിക്ചേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയി. കുറേ ഞാൻ അത് വെച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആൾക്കാരുടെ ഇടയിലുള്ള ചോദ്യങ്ങളായാലും പുറത്തേക്ക് ഇറങ്ങൽ കുറവായിരുന്നു. സൺസെറ്റ് ഒന്നും തിരികെ പറ്റില്ല. ഒരുപാട് മെഡിസിൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കുറേ മെഡിസിൻസ് ഞാൻ കുടിച്ചിട്ടുണ്ട്. മെഡിസിൻസ് ഒക്കെ കുടിക്കാൻ ഭയങ്കരമായിട്ട് മടിയുള്ള ആളാണ്. ബട്ട് സ്കിന്നിന്റെ പ്രശ്നം ആയതുകൊണ്ട് എനിക്ക് കുടിക്കേണ്ടി വന്നു. ഇത് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ പറയൂല. ഈ പ്രൊഡക്റ്റ് ചിലർക്ക് നല്ലപോലെ വർക്ക് ചെയ്യണവരുണ്ട്. എൻ്റെ സ്കിന്നിന് ഇത് വർക്ക് ആയിട്ടില്ല. ഈ സാധനത്തിന്റെ ലിങ്ക് ചോദിച്ചാൽ ആരും വരണ്ട, ഞാൻ തരൂല. എനിക്ക് വർക്ക് ആവാത്ത പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്രൈ സ്കിന്നൊക്കെ മേ ബി ഇത് ഓക്കെ ആവും. പക്ഷേ എല്ലാവരുടെ സ്കിന്നും ഒരേ ടൈപ്പ് അല്ല. ഞാൻ ഇതിവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ കുറേ പേരുടെ കോൺസെപ്റ്റ് ആണ് സ്കിന്നൊക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നല്ലോ, നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ സ്കിന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നും. ഒന്ന് ലൈറ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സ്കിന്ന് കുറച്ചും കൂടി ഇതായി തോന്നുന്നത്. എൻ്റെ സ്കിന്നിൽ അത്യാവശ്യത്തിലേറെ ആക്നി മാർക്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം അങ്ങോട്ട് വിശ്വസിക്കരുത്. ഇപ്പോൾ സ്കിന്നുമായിട്ടുള്ള എന്ത് പ്രൊമോഷൻസ് വന്നാലും ഞാൻ അവരായിട്ട് നല്ലോണം കോൺടാക്ട് ചെയ്യും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്, കാരണം എനിക്ക് പേടിയാണ്. എനിക്ക് വർക്കാവുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമുള്ളൂ. സോഷ്യൽ മീഡിയ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇങ്ങനൊരു കാര്യമൊക്കെ ഇങ്ങോട്ട് ഷെയർ ചെയ്യണം തോന്നിയോണ്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് സേവ് ചെയ്യാം, അതുപോലെ ഷെയർ ചെയ്യാം, ഫോളോ ചെയ്യാം. ബൈ.